അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, വൈ ഷുഡ് ഐ ബിലീവ് ഇൻ ജീസസ്? ബിക്കോസ് ജീസസ് ഇസ് മൈ സേവിയർ. അതാണൊരു കാരണം. ഈശോയെ ഞാൻ ദൈവവും എൻ്റെ രക്ഷകനുമായി സ്വീകരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഈശോയെ വിശ്വസിക്കേണ്ടത്. ഞാനങ്ങനെ സ്വീകരിക്കുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കണം. ഞാൻ വിശ്വസിക്കുന്നില്ല, എൻ്റെ അർത്ഥം എന്താണ്? ഈശോയെ ഞാൻ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. സോ എനിക്ക് ഈശോ എൻ്റെ രക്ഷകനാണ്, ദൈവപുത്രനാണ്, എന്നെ രക്ഷിക്കാൻ വന്ന വ്യക്തിയാണ്. ഇന്നും എന്നോട് കൂടെ എൻ്റെ ഉള്ളിലും പുറത്തും ഈശോ ജീവിക്കുന്നു. ഞാൻ ഈശോയോട് കൂടി യാത്ര ചെയ്യുന്നു, ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. കാരണം ഈശോയാണ് എൻ്റെ രക്ഷകൻ. അതാണ് അതിന് കാരണം. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, എക്സ്പ്ലെയിൻ അബൌട്ട് ദ ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും വിശ്വസിച്ച് നമ്മുടെ സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന വെളിപാടുകൾ, പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ത്രിത്വൈക ദൈവത്തിൽ വിശ്വസിക്കണം, സഭയിലൂടെ സഞ്ചരിക്കണം, എന്നിട്ട് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കണം. അതാണ് ക്രിസ്ത്യൻ ലൈഫ്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടാണല്ലോ നമ്മുടെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞിട്ടുള്ളത്. അഗസ്തീനോസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് വിശ്വാസ പ്രമാണത്തെ 12 ആർട്ടിക്കിൾസ് ഉള്ള വിശ്വാസ പ്രമാണത്തെ 3 ആക്കി വിശുദ്ധ അഗസ്തീനോസ് ചുരുക്കി. എന്നിട്ട് പറഞ്ഞു, വാട്ട് ഈസ് ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ വിശ്വസിച്ച് സഭയിലൂടെ സഞ്ചരിച്ച് നിത്യജീവിതത്തിൽ എത്തിച്ചേരുക. ദാറ്റ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. നമുക്ക് അങ്ങനെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം ചോദിച്ചിട്ടുള്ളത് ഇതാണ്, വേർ ഈസ് ഹെവൻ ആൻഡ് ഹെൽ? സ്വർഗം എവിടെയാണ്, നരകം എവിടെയാണ്? നമുക്കറിയാലോ, സ്വർഗത്തിനും നരകത്തിനും പ്രത്യേക സ്പേസ് ഇല്ലയെന്നറിയാലോ. സ്വർഗം ദൈവം വസിക്കുന്ന ഇടമാണ്, നരകം ദൈവത്തിനിടമില്ലാത്ത തിന്മയുടെ പ്രതീകമായ പിശാചിൻ്റെ ഇടമാണ്. അപ്പോൾ ഹെവൻ ആൻഡ് ഹെൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. സ്ഥലകാലത്തിന് അതീതമാണ് സ്വർഗവും നരകവും. അപ്പോൾ ഈ ദൈവം എവിടെയുണ്ടോ അവിടെ ഹെവനുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പരസ്യ ജീവിതകാലത്ത് പറഞ്ഞത്, അതായത് നിങ്ങളിത് വിശ്വസിക്കുന്നുവെങ്കിൽ എന്നെ എൻ്റെ പിതാവ് അയച്ചുവെന്നും വിശ്വസിച്ച് നിങ്ങളിൽ ദൈവരാജ്യമുണ്ട്. അപ്പോൾ ഈശോയിലുള്ള വിശ്വാസം, ഈശോയോട് കൂടിയുള്ള ജീവിതം എവിടെയുണ്ടോ അവിടെ സ്വർഗരാജ്യമുണ്ട്, അവിടെ സ്വർഗമുണ്ട്. അപ്പോൾ ആ സ്വർഗത്തിന് നമ്മൾ മരിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ സ്വർഗം സൃഷ്ടിക്കാം നമുക്ക്. ഈശോയുടെ കൂടെ, ഈശോയുടെ പ്രബോധനം അനുസരിച്ച് നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധത്തിൽ വിശ്വസിച്ച് സഭയിലൂടെ സഞ്ചരിച്ച്, സഭയാണല്ലോ ഈശോയുടെ തുടർച്ച എന്ന് പറയുന്നത്, സഭയിലൂടെ സഞ്ചരിച്ച് നിത്യതയിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ തന്നെ ഹെവനുണ്ട്. ആ ഹെവൻ്റെ തുടർച്ചയാണ്, പൂർണ്ണതയാണ് ഹെവൻലി ജെറുസലേം. ഹെവനിലേക്ക് ഈ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം എവിടെയുണ്ടോ, ദൈവത്തോടു കൂടി നമ്മളെപ്പോൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ സ്വർഗമുണ്ട്. ദൈവത്തിന് ഇടമില്ലാത്ത ഇടമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഇടമാണ്, തിന്മയുടെ ഇടമാണ് നരകം എന്ന് പറയുന്നത്. അല്ലാതെ അതിന് പ്രത്യേക ഒരു 5 ഏക്കർ സ്ഥലമോ 10 ഏക്കർ സ്ഥലമോ അല്ലെങ്കിൽ 100 ഏക്കർ സ്ഥലമൊന്നല്ല. ഈ ഹെവൻ ആൻഡ് ഹെൽ സ്ഥിതി ചെയ്യുന്നത് ദൈവം വസിക്കുന്ന, ദൈവത്തോട് ഇൻറ്റിമസിയുള്ള ഇടം എവിടെയുണ്ടോ അതൊക്കെ സ്വർഗമാണ്. അതിന് വിപരീതമായിട്ട് ഇടങ്ങളൊക്കെ നരകമാണ്.